ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവിക ആലോചന നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടായിരിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം 35-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-35 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് വചനം ശുശ്രൂഷിപ്പാൻ സൂം മീറ്റിങ്ങിൽ ദൈവം എനിക്കൊരു അവസരം തന്നു. അവിടെ പ്രസംഗിച്ച അതേ മെസ്സേജ് തന്നെയാണ് ഇന്ന് രാത്രി എടുക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇവിടെ പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പം നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതിനൊരു സമയമുണ്ട്, ഉറങ്ങുന്നതിനൊരു സമയമുണ്ട്, എഴുന്നേൽക്കുന്നതിനൊരു സമയമുണ്ട്. എല്ലാത്തിനും നമുക്ക് നമ്മുടേതായ ചില സമയങ്ങളുണ്ട്. യേശു പറയുകയാണ്, സ്തോത്രം, എൻ്റെ സമയം എന്ന് വെച്ചാൽ അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. ആമേൻ. ഞാൻ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതിനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. ആ പ്രവൃത്തികൾ തികയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്ക് കിട്ടുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിൽ ജോലി എടുക്കുമ്പോൾ അതിന് കൃത്യമായ സാലറി കിട്ടുന്നത് പോലെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെതായിരിക്കുന്ന ചില നന്മകളുണ്ട്. ആമേൻ. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നന്മ ഉണ്ടാകുന്നത് കൊണ്ടോ, നിങ്ങൾക്ക് സ്തോത്രം എന്തെങ്കിലും ഒരു പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ അല്ല നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും എന്നെ വ്യക്തിപരമായി പരിചയമില്ല, ആരെയും എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. പക്ഷേ നാം എല്ലാവരും സ്തോത്രം ഒരു അപ്പൻ്റെ മക്കളും ഒരു രക്തത്തിൻ്റെ ഓഹരിക്കാരും എന്നാണ് ദൈവവചനം പറയുന്നത്, അല്ലേ? ഒരപ്പൻ്റെ മക്കളും ഒരു രക്തത്തിൻ്റെ ഓഹരിക്കാരും. അപ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ബന്ധം, സ്തോത്രം, നമ്മൾ അറിയാത്തൊരു ആത്മബന്ധം നമ്മളും ദൈവവും തമ്മിലുണ്ട്. ആ ബന്ധമാണ് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു അവിടെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, യേശുവിൻ്റെ വേല തികയ്ക്കുവാൻ, സ്തോത്രം, തൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിങ്കലേക്ക് പോകുന്നതിന് മുന്നമേ താൻ ചെയ്തു തീർക്കേണ്ടതായിരിക്കും ചില കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. ദൈവാത്മാവ് ചിലരോട് ഇന്നൊരു ദൂത് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ചില കർത്തവ്യങ്ങളുണ്ട് ദൈവവേലയിൽ. സ്തോത്രം. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വേല ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, ഇതുവരെയില്ലാത്ത ചില ഉണർവുകളുടെ അനുഭവം കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചതുപോലെയല്ല, നിങ്ങൾ ഇതുവരെ കടന്നുപോയ റൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ പുതിയ ചില റൂട്ടുകൾ ദൈവം ചിലതിന് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടി ഇരുന്നോ. ശിഷ്യന്മാരുടെ റൂട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഭക്ഷണത്തിൻ്റെ സമയമുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ആ സമയം അങ്ങോട്ട് മാറ്റിവെക്ക്, അതിനേക്കാൾ പ്രാധാന്യമായ മറ്റൊരു വെളിപ്പാടെൻ്റെ കയ്യിലുണ്ട്. ഓ സ്തോത്രം. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു ശുശ്രൂഷ ഞാൻ ചെയ്യാൻ പോകുക. ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷ, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാട്, മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ലാത്ത ദൈവിക ബ്ലെസ്സിങ്ങുകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിൻ്റെ കയ്യിലേക്ക് പകർന്നു തരാൻ പോകുന്നു. സ്തോത്രം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യണം. നമുക്കെല്ലാവർക്കും പല ഇഷ്ടങ്ങളുണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ, സ്തോത്രം, നമ്മുടെ ഭർത്താവിൻ്റെ ഇഷ്ടം, നമ്മുടെ ഭാര്യയുടെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടം. ഈ ഇഷ്ടങ്ങളുടെ നടുവിൽ, സ്തോത്രം, അയച്ചവൻ്റെ ഇഷ്ടം നോക്കാൻ എവിടാ സമയം? അയച്ചവൻ്റെ ഇഷ്ടം നോക്കാൻ ആർക്കും സമയമില്ലെന്നേ. എല്ലാവരും പല ഇഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ചിലത് പറയാറുണ്ട്, എൻ്റെ വീടിൻ്റെ ലോൺ അടക്കാനുണ്ട്,
എന്നാൽ മറ്റു ചിലത് പറയും എൻ്റെ മക്കളുടെ പഠിപ്പിന് വേണ്ടി അവരുടെ അഡ്മിഷൻ്റെ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അയച്ചവൻ്റെ ഇഷ്ടം നോക്കുവാൻ ആർക്കും സമയമില്ല. എന്നാൽ ദൈവാത്മാ യേശു പറയുകയാണ്, എനിക്ക് അയച്ചവൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? അവൻ്റെ പ്രവൃത്തി തികക്കുന്നതാ. നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളുടെ നടുവേ ഒരു ഇഷ്ടമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം അയച്ചവൻ്റെ വേല ചെയ്യുന്നതായി മാറട്ടെ. സ്തോത്രം. അയച്ചവൻ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്? അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യം ദൈവം ബ്യൂട്ടിഫുള്ളായി ചെയ്യും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിൻ്റെതായിരിക്കുന്ന തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ കൈകൊണ്ട് തരാൻ പോവുക. ആമേൻ. സ്തോത്രം. യേശുവിന് അറിയാമായിരുന്നു, ഈ വേല തികക്കുമ്പോൾ എൻ്റെ ആഹാരം എൻ്റെ മുന്നിൽ വരും. സ്തോത്രം. ഈ വേല തികക്കുമ്പോൾ എൻ്റെ വസ്ത്രം എൻ്റെ മുന്നിൽ വരും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതിരിപ്പാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞ അടുത്ത വേറൊരു പദം എന്താണെന്നറിയാമോ? ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്തോത്രം. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ആത്മാവിൽ സന്തോഷിച്ചൊരു വാക്യം കേട്ടോ. സ്തോത്രം. പല ആളുകളും പറയുന്നൊരു പദമുണ്ട്, 4 മാസം കഴിഞ്ഞിട്ടൊരു വിടുതൽ വരാനുണ്ടെന്ന്. അടുത്ത വർഷം മാർച്ചിലൊരു വിടുതൽ വരാനുണ്ട്. നമ്മൾ ചില പ്രവാചകന്മാരുടെ അടുക്കലോട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും, ഏപ്രിൽ മാസം 12-ാം തീയതി ദൈവം ഒരു വിടുതൽ വരാൻ പോകുക. സ്തോത്രം അല്ലേ? അതൊക്കെ ദൈവം അവരെ ഏൽപ്പിക്കുന്ന ദൈവിക ആലോചനകളാണ്. അതിനൊന്നും എതിര് പറയുകയല്ല ഞാൻ. പല പ്രവാചകന്മാരിൽ കൂടെയും പല വിശ്വാസികളുടെ വിശ്വാസ ജീവിതവും അടുത്ത വർഷം 2 വർഷം കഴിഞ്ഞിട്ട് നോക്കാമെന്നാ. പക്ഷെ യേശു പറഞ്ഞൊരു പദം എന്തെന്നറിയാമോ? ഇനി 4 മാസം കഴിഞ്ഞിട്ടല്ലടാ നിന്റെ വിടുതൽ. സ്തോത്രം. നിന്റെ തലയൊന്ന് ഉയർത്തുമ്പോൾ, നിന്റെ കണ്ണൊന്ന് തുറക്കുമ്പോൾ ചില വിടുതൽ ഇപ്പോൾ തന്നെ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാം. സ്തോത്രം. ഹാഗറേ, നീ നിലവിളിക്കുന്നത് ബാലന്റെ പ്രാണനെ ഓർത്തിട്ടാ. സ്തോത്രം. നിന്നെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കഥയോർത്തിട്ടാ. എന്നാൽ നിന്റെ കണ്ണൊന്ന് നീ തുറക്കാൻ തയ്യാറായാൽ, സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാട് മരുഭൂമിയിൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. സ്തോത്രം. മരുഭൂമി കണ്ടിട്ടില്ലാത്തത്, അബ്രഹാം കണ്ടിട്ടില്ലാത്തത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നെന്ന്. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മരുഭൂമിക്കകത്ത് ഉറവ തുറന്നെന്നാണ് പലരും പറയുന്നത്. എന്താണ്? പ്രാർത്ഥിച്ചപ്പോൾ ഉറവ തുറന്നെന്ന്. ഉറവിയൊന്നും ദൈവം തുറന്നിട്ടില്ല കേട്ടോ. ദൈവം തുറന്നത് ഹാഗറിന്റെ കണ്ണാ തുറന്നത്. ആമേൻ. നീ പോകുന്നതിന് മുന്നേ തന്നെ ദൈവിക ഉറവകൾ അവിടെ വെളിപ്പെട്ടതാ. സ്തോത്രം. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ പോകുന്നതിന് മുന്നേ തന്നെ ദൈവം ഉറവ തുറന്നിട്ടാ നിന്നെ അങ്ങോട്ട് അയച്ചത്. കാര്യം എന്തെന്നറിയാമോ? അബ്രഹാം, സ്തോത്രം, ചെറിയൊരു തുരുത്തിക്കകത്ത് വെള്ളം കൊടുത്തു വിട്ടതാ. അബ്രഹാമുമാർ തരുന്ന, സ്തോത്രം, വെള്ളത്തിന് കണക്കുണ്ടെന്നേ. മനുഷ്യൻ തരുന്നതെല്ലാം, സ്തോത്രം, അളന്നും കുറിച്ച, സ്തോത്രം, 100 രൂപയോ 500 രൂപയോ തന്നാൽ 100 വട്ടം കണക്ക് പറയും മനുഷ്യൻ അല്ലേ? എന്നാൽ ദൈവം ഒരു ഉറവ തുറന്നാൽ എത്ര ടാങ്കറിന്റെ അകത്ത് കയറ്റിയാലും തീരാത്ത വെള്ളം. സ്തോത്രം. എത്ര ആയിരങ്ങൾ കുടിച്ചാലും വറ്റാത്ത ഉറവ. ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ, സ്തോത്രം, തക്ക സമയത്ത് നീ തലപൊക്കി നോക്കുമ്പോൾ നിനക്ക്, സ്തോത്രം, ദൈവപ്രവൃത്തി കാണാനിടയാകും. ഇന്ന് രാത്രി മീറ്റിംഗിൽ കയറിയ ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സ്തോത്രം, അടുത്ത 4 മാസത്തേക്ക് നീ കാത്തു നിൽക്കണ്ട കേട്ടോ. അടുത്ത 6 മാസത്തേക്ക് നീ കാത്തു നിൽക്കണ്ട. നീ ഇന്ന് കണ്ണു തുറക്കുമ്പോൾ നിന്റെ വിടുതലിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഇന്ന് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ചില ദൂതുകൾ പറയുക. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, മനുഷ്യന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം, സ്തോത്രം, ശൂന്യമായി പോകുമ്പോൾ ദൈവം തരുന്നത് വർദ്ധിച്ച് വരുമെന്നേ. സ്തോത്രം. മനുഷ്യന്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതെല്ലാം തീർന്നു പോകുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നൊരു പദമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ശലോമോനെ കുറിച്ചാ. ഈ ഭൂമിയിൽ ശലോമോനെ കുറിച്ച്, സ്തോത്ര, ശലോമോനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി വേറെ ഇല്ല. ഒരിക്കൽ ശലോമോൻ ഒരു സ്വപ്നം കണ്ടു അല്ലേ? ആ സ്വപ്നത്തിൽ ദൈവം ശലോമോന്റെ അടുക്കൽ വന്നേച്ച് ചോദിച്ചു, ശലോമോൻ, നിനക്ക് എന്നാ വേണം പറ, ഞാൻ നിനക്ക് തരാം. ശലോമോൻ പറഞ്ഞു, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് വേണമെന്ന് ശലോമോൻ പറഞ്ഞു.
നമ്മളോടെങ്ങാനും ദൈവം സ്വപ്നത്തിൽ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? ഈ ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനാക്കണേന്ന് പറയും, അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ പറയും, ഒരു പാസ്റ്ററാണൊക്കെ പറയും, ഈ ലോകത്തിൽ ഏറ്റവും വലിയ സഭ എൻ്റേതാകട്ടെ എന്ന് പറയും. എന്തൊക്കെ ചോദിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീടാകട്ടെ ദേശത്ത് ഏറ്റവും വലിയ വീടെന്ന് പറയും. ശലോമോൻ ചോദിച്ചത് ഒന്നും ചോദിച്ചില്ല. ശലോമോൻ ആത്മീകമായി ചോദിച്ചു, നീ എന്നെ ഏൽപ്പിച്ച ജനത്തെ നയിക്കാൻ എനിക്ക് ജ്ഞാനം തരണം. ഇതാണ് ശലോമോന്റെ ചോദ്യം. ദൈവം പറഞ്ഞു, ശത്രു സംഹാരം ചോദിച്ചില്ല, സ്തോത്രം, സമ്പത്ത് ചോദിച്ചില്ല, ഒന്നും നീ ചോദിക്കാതെ നീ എൻ്റെ കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് ശലോമോനെ, നീ ചോദിക്കാത്തതും കൂടെ ഞാൻ നിനക്ക് തരാം. എന്താണെന്നറിയാമോ? നിനക്ക് മുമ്പും നിനക്ക് ശേഷവും, സ്തോത്രം, നിന്നെപ്പോലെ ധനവാനായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇതാണ് ദൂത്. സ്തോത്രം. 2, നീ ചോദിച്ച ജ്ഞാനം ഞാൻ നിനക്ക് തരുന്നു. നിന്നെപ്പോലെ ജ്ഞാനമുള്ളൊരു വ്യക്തി, സ്തോത്രം, ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. സഭാപ്രസംഗിയൊക്കെ എടുത്ത് വായിച്ചാൽ ശലോമോന്റെ ജ്ഞാനം കാണാം കേട്ടോ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്തു ശലോമോന്റെ സമ്പത്തിനെ കുറിച്ച്. ഇവിടെ അറിവുള്ളവരായ പലരും ഉണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എൻ്റെ കൊച്ചറിവെന്ന് പറയുകയാണ്. ഈ ശലോമോൻ രാജാവിന് അന്ന് ദൈവം കൊടുത്ത സമ്പത്തുണ്ടല്ലോ, ഇന്നത്തെ 2025 ആയിരക്കണക്കിന് യേശുവിനെയും കാട്ടിയും എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ ജീവിച്ചത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ശലോമോന്റെ അന്നത്തെ ആസ്തി ഇന്നത്തെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കിന് പോലും ഇല്ലെന്നേ. ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സമ്പന്നനാണ്, സ്തോത്രം, ലോകത്തിലെ സമ്പന്നനായി നിൽക്കുന്ന വ്യക്തി, ടെസ്ലക്കാരൻ്റെ മുതലാളി. അദ്ദേഹത്തിൻ്റെ സമ്പത്തിന് പോലും അന്നത്തെ ശലോമോന്റെ മൂല്യത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ലെന്ന്. എന്ന് വെച്ചാൽ 2.1 ട്രില്യൺ ആണ് ശലോമോൻ അന്നുണ്ടായിരുന്ന സമ്പത്തെന്ന്. ഇന്ന് ബില്യൺ മാത്രമേ ഉള്ളൂ ഇലോൺ മസ്കിനൊക്കെ. എന്ന് വെച്ചാൽ 2025 കർത്താവിൻ്റെ വരവെടുത്തു, ലോക അവസാനമായി, ഇപ്പോഴും വാക്തത്വം മാറിയിട്ടില്ലെന്ന്. ആമേൻ. ദൈവം നിനക്കൊരു വാക്തത്വം തന്നാലുണ്ടല്ലോ, സ്തോത്രം, ദൈവത്തിന് പറ്റാത്തതൊന്നും ദൈവം പറയാറില്ലെന്നേ. സ്തോത്രം. ദൈവത്തിന് പറ്റാത്ത ഒരു കാര്യം ദൈവം പറയാറില്ല. ദൈവം പറഞ്ഞ് നിനക്ക് മുന്നും നിനക്ക് ശേഷവും, സ്തോത്രം, ഇനി എന്നാ ലോകം അട്ടിമറിഞ്ഞാലും ഒരാൾ പോലും എഴുന്നേക്കത്തില്ല ശലോമോനെ കുറിച്ച് പോലെ ജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. അന്നത്തെ ഈ സകല ചെടികളെ കുറിച്ചും മറന്ന വാക്ക് ഈസോപ്പ് ചെടി മുതൽ സകലത്തെക്കുറിച്ചും ശലോമോൻ നല്ല രീതിയിൽ, സ്തോത്രം, ജ്ഞാനം പ്രസ്താവിച്ചു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുക, ഇന്ന് നീ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറ, ദൈവമേ, നീ എനിക്കൊരു വാക്തത്വം തരണമേ. അത് നിന്റെ തലവര മാറ്റും, നിന്റെ ചരിത്രം മാറ്റും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ദൈവത്തിന്റെ വൈതലേ, ഇന്ന് നീ ഇവിടുന്ന് നീ കടന്നു വന്നിരിക്കുന്നതിനുണ്ടല്ലോ, സ്തോത്രം, അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനായ സർവശക്തന്റെ അടുക്കലേക്ക്. അതുകൊണ്ട് നിന്റെ പരാതികൾ ദൈവസന്നിധി പറയുമ്പോൾ, സ്തോത്രം, നീ തലപൊക്കുമ്പോൾ നീ കാണും, സ്തോത്രം, നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. നിലങ്ങൾ വിളഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നയിക്കാൻ പോവുകയാണെന്ന് ഇവിടെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ തലപൊക്കി നോക്കുവീൻ, നിങ്ങൾ കാണാൻ പോവുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ. ആമേൻ. ചില ആളുകളുണ്ട് കേട്ടോ, അവരെന്നും തല കുനിച്ചേ ഇരിക്കത്തുള്ളൂ ദൈവത്തോടുള്ള ബന്ധത്തിൽ. സ്തോത്രം. അവരുടെ തല ഒരിക്കലും ഉയരത്തില്ല. എന്ന് വെച്ചാൽ ചില സഭകൾ പാരമ്പര്യ സഭകളാ. ചുമ്മാ രാവിലെ പള്ളിയിൽ പോകും, 2 പാട്ട് പാടും, സ്തോത്ര കാഴ്ച കൊടുക്കും, ആടെ വിശ്വാസികൾ കൈ കൊടുത്ത് വീട്ടിലോട്ട് പോകും. ആ തലത്തിന്റെ മുകളിൽ ഉയരത്തില്ല. എന്നാൽ യേശു പറഞ്ഞു, നീ ഇപ്പം പോകുന്ന നിലവാരം പോരെന്നേ. നിന്റെ ഇപ്പോഴുള്ള വെളിപ്പാടിന്റെ അടുത്ത ലെവലിലോട്ട് നിന്റെ തലയൊന്ന് ഉയരണം. ഇപ്പോഴുള്ള പ്രാർത്ഥന പോരാ, വെളിപ്പാടിന്റെ പ്രാർത്ഥനയിലോട്ട് നീ മാറണം. സ്തോത്രം. ഇപ്പോൾ പേരിനുള്ള ഉപവാസം, പരീക്ഷന്മാർ ഉപവസിക്കാറുണ്ടായിരുന്നു. പേരിന്റെ ഉപവാസമല്ല, നിന്റെ ഉപവാസത്തിൽ തീ കത്തണം. സ്തോത്രം. നിന്റെ തല നീ പൊക്കുമ്പോൾ നീ കാണും കൊയ്ത്തിന് വിളവെടുക്കാൻ തയ്യാറായിരിക്കുന്ന പാടങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് അടുത്ത വർഷത്തെ വിടുതലിന് വേണ്ടിയല്ല വന്നിരിക്കുന്നത് തന്നെ. ഇന്ന് നീ തല പൊക്കുമ്പോൾ തന്നെ ഇന്ന് ലഭിക്കേണ്ട വിടുതലുമായി നീ എഴുന്നേക്കാൻ പോകുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട് പറയുകയാണ്, സ്തോത്രം, അടുത്ത ചില സമയങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷ നീ കയറണ്ട. ചിലർക്ക് അടുത്ത 10 മണിക്കൂറിന്റെ അകത്ത്, അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് തന്നെ വിടുതലായ ശക്തനായ ദൈവത്തെ നീ സേവിക്കുന്നത്. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, എനിക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് കരുതിക്കോ. 1000 രൂപ ഇപ്പം അർജന്റാ, അടുത്ത 2 മാസം കഴിഞ്ഞ് കിട്ടിയിട്ട് എന്നാ കാര്യം?
സ്തോത്രം. എനിക്ക് പെട്ടെന്ന് ഒരു വ്യക്തിയെ കാണേണ്ടതിന് ഒരു പ്രത്യേക ആവശ്യത്തിന് പോകണമെന്ന് കരുതിക്കോ, പോകാനുള്ള സാഹചര്യമില്ല. ആ സാഹചര്യം ഇപ്പോൾ ഒരുങ്ങണം. അപ്പോൾ അടുത്ത 5 ദിവസം കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് എന്നാ കാര്യം? അതുകൊണ്ട് യേശു പറഞ്ഞു, അതുകൊണ്ട് ഇനി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടല്ല നിന്റെ വിടുതൽ. നിനക്ക് ഇന്ന് ലഭിക്കേണ്ട വിടുതൽ ഇന്ന് തന്നെ കിട്ടണം. ആമേൻ. നിനക്ക് ഇന്ന് ലഭിക്കേണ്ട നന്മകൾ ഇന്ന് തന്നെ നിനക്ക് ലഭിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ദൂത്. അത് തടയുന്ന ചില മണ്ഡലങ്ങളെ വെട്ടുന്ന ഒരു വെളിപ്പാട് നിന്നിൽ വരാൻ പോകുക. സ്തോത്രം. അതിനെ തടയുന്ന നിന്റെ ഇന്നത്തെ നന്മകൾ, നിനക്ക് ഇന്ന് ലഭിക്കേണ്ട അത്യാവശ്യമായിരിക്കുന്ന വിടുതലുകൾ, ചിലരുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, സ്തോത്രം, ചിലരുടെ വീട് പണിയായിരിക്കാം, ചിലരുടെ ഫിനാൻഷ്യൽ മേഖലകളായിരിക്കാം. പരിശുദ്ധന്മാർ ഞാൻ ദൂത് പറയട്ടെ, ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ ദൈവാത്മാവ് ചിലതിനെ കെട്ടുകളെ പൊട്ടിക്കുക. സ്തോത്രം. ചിലരുടെ ബന്ധനങ്ങൾ അഴിക്കുക. എന്ന് വെച്ചാൽ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന അപ്പോസ്തലന്മാർ വെളിയിൽ അടുത്ത മാസമല്ല വരാൻ പോകുന്നത്. ഇന്ന് നീ ആരാധിക്കുമ്പോൾ ഇന്ന് തന്നെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പൊളിഞ്ഞ് നീ വെളി വരും. സ്തോത്രം. ഇപ്പൊ എനിക്ക് ഇവിടെയൊക്കെ കിടന്നാ മതിയെന്നല്ല, അങ്ങനല്ല കേട്ടോ. ഇന്ന് രാത്രി ലഭിക്കേണ്ട വിടുതൽ ഇന്ന് രാത്രി തന്നെ. ബൈബിൾ പറയുന്നു, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. ഇന്ന് രാത്രി ചിലതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ആമേൻ. ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പ്രാർത്ഥിച്ച് അടുത്ത 21 ദിവസം കഴിയുമ്പോൾ എന്റെ വിടുതൽ വരുമെന്നല്ല. ഇന്ന് നീ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രി തന്നെ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ ദൈവം പൊട്ടിക്കാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി തന്നെ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് സംസാരിക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, യേശു പറഞ്ഞു, തലപൊക്കി നോക്കുമ്പോൾ എന്നാ കാണും എന്നാ പറഞ്ഞത്? നിങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. അപ്പോൾ തലപൊക്കി നോക്കിയില്ലെങ്കിലോ എന്നാ സംഭവിക്കും? ഒന്നും കാണാനും പോകുന്നില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല. ആമേൻ. നമ്മുടെ യേശുവിന്റെ വാക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സ്തോത്രം. ഈ തലപൊക്കി നോക്കാനൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ ആഴമേറെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ഈ തലപൊക്കി നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് പോകണം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ഉം 15-ഉം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടേക്ക് നോക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് ഇങ്ങനെ പറയാമായിരുന്നു, അബ്രഹാമേ നീ വലത്തോട്ടേക്കൊന്ന് നോക്കണം, ഇടത്തോട്ടേക്കൊന്ന് നോക്കണം, പടിഞ്ഞാറോട്ടേക്ക് നോക്കണം, തെക്കോട്ടൊന്ന് നോക്കണം. അങ്ങനെയാണോ പറഞ്ഞത്? ദൈവം പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു, നിന്റെ തല നീ ഒന്ന് പൊക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ ഈ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടൊരു വ്യക്തിയാണ്. പെന്തക്കോസ്ത് കുടുംബത്തിൽ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയുടെ അപ്പൻ്റെ അമ്മയും ഒക്കെ പെന്തക്കോസ്തിലായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഒരു ഉപദേശം പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ ഇന്നും മറക്കാതെ ഓർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ അന്നത്തെ കാലത്ത് ഈ വിമാനവും ഹെലികോപ്റ്ററൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളോടാണ് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ആ ഹെലികോപ്റ്ററിൽ കയറി മുകളിലോട്ട് അങ്ങോട്ട് കയറി നോക്കിയാൽ താഴെ നിന്ന് നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ സ്ഥലങ്ങൾ അന്ന് കണ്ടേനെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ എത്രത്തോളം നിനക്ക് തല പൊക്കാമോ നിന്റെ കഴിവിനനുസരിച്ച് അത്രത്തോളം നീ തല പൊക്കിക്കോ. എന്തിനാ പൊക്കുന്നതെന്നറിയാമോ? 15-ാം വാക്യം, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ആമേൻ. അന്നത്തെ കാലത്ത് അബ്രഹാമിന് ഏറുമാടം എന്ന് പറഞ്ഞ സാധനം, മരത്തിന്റെ മുകളിൽ കെട്ടുന്ന ഏറുമാടങ്ങൾ, അതിൻ്റെ മുകളിൽ ഒരുപക്ഷെ അബ്രഹാം കയറിയിരിക്കാം. എന്തിനാണെന്നറിയാമോ? എത്രത്തോളം ദൂരത്തേക്ക് നോക്കാമോ ഹൈറ്റ് കൂടുന്നതിനെ ദൂരവും കൂടും അല്ലേ? ഐസൈറ്റിനനുസരിച്ച്. സ്തോത്രം. അബ്രഹാം നോക്കിക്കാണാം. എന്തിനാണെന്നറിയാം അബ്രഹാം നീ തലപൊക്കി നോക്കുന്നത്? ഒന്ന്, നീ കാണുന്ന ഭൂമിയെല്ലാം നിന്റെ സ്വന്തം പേര് തരാൻ പോകുക. എന്ന് വെച്ചാൽ നീ കുറേ കോടിക്കണക്കിന് രൂപ, സ്തോത്രം, നിന്റെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വാങ്ങാനല്ല ദൈവം പറഞ്ഞത്. അബ്രഹാമിനോട് നീ ഒന്ന് നോക്കിയാൽ മതി, നിനക്കത് കിട്ടാൻ പോകുക. ആമേൻ. കാരണം എന്തെന്നറിയുമോ? പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകൾ അഭിഷിക്തമാ. പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകൾ അഭിഷിക്തമാണെന്നേ. സ്തോത്രം. ഒന്ന് കൃപയുള്ളവൻ നോക്കിയാൽ പിശാച് ബാധിച്ചവന് നിൽക്കാനൊക്കത്തില്ല.
കൃപയുള്ളവനൊന്ന് ചവിട്ടിയാൽ നീ ചവിട്ടുന്ന ദേശമെല്ലാം നിന്റെ സ്വന്തമാകും. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ദാവീദ് ഒരു കല്ലെടുത്ത് ഒരു ഏറ് കൊടുത്ത് ഗോലിയാത്തിന്, ഒരു കൊച്ചു കല്ല് കൊണ്ട് ഒരു ഗോലിയാത്ത് വീഴുവോ? കാര്യം എന്തെന്നറിയാമോ? ആ കല്ലിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഗോലിയാത്ത് വീണത്. ആമേൻ. നീ പറയുന്ന സ്തോത്രത്തിലൊരു അഭിഷേകം വേണമെന്നേ. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി? നീ അഭിഷേകത്തോടെ കിന്നരം വായിച്ചാൽ ശൗലിന് ദുരാത്മാവ് ഇറങ്ങുമെന്നേ. വെറുതെ കിന്നരം വായിക്കുന്നവനല്ല, അഭിഷേകത്തോടെ കിന്നരം വായിക്കണം, അഭിഷേകത്തോടെ കല്ലെറിയണം, അഭിഷേകത്തോടെ ആരാധിക്കണം. സ്തോത്രം. അഭിഷേകത്തോടെ കണ്ണു തുറന്ന് നോക്കണം, അഭിഷേകത്തോടെ തല പൊക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ സംഭവിക്കും. സ്തോത്രം. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ശുശ്രൂഷിക്കുക. സ്തോത്രം. നീ അഭിഷേകത്തോടെ ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. സ്തോത്രം. നീ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുക. സ്തോത്രം. നിന്റെ നാവിലൊരു അഭിഷേകമുണ്ടെന്നേ. സ്തോത്രം. നീ നാവ് തുറന്ന് വാ തുറന്ന് പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്നവൻ വിശ്വാസത്തിൽ കടന്നു വരാൻ പോകുക. ആമേൻ. സ്തോത്രം. കാരണം ദൈവത്തിന്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മുകളിൽ പകരപ്പെട്ടാൽ ഉണ്ടല്ലോ, സ്തോത്രം, അവന്റെ സകല വസ്തുക്കളും അഭിഷിക്തമായി മാറും. ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ തലമുകളിൽ തൈലം ഒഴിച്ചപ്പോൾ, അഭിഷേക തൈലം ഒഴിച്ചപ്പോൾ ദാവീദിന്റെ തലയ്ക്കകത്ത്, സ്തോത്രം, ഒരു മില്ലിയോ 2 മില്ലിയോ എണ്ണയല്ല ഒഴിച്ചത്. ആ തൈലപാത്രത്തിനകത്ത് എത്രത്തോളം എണ്ണയുണ്ട് അത് മുഴുവൻ ഒഴിച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ ഒഴുകി. സ്തോത്രം. അത് കവിളിൽ കൂടെ ഒഴുകി. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും, അദ്ദേഹത്തിന്റെ കവണയിലും കല്ലിലും അദ്ദേഹത്തിന്റെ കാലയിലും ചെരുപ്പിലും അദ്ദേഹം അഭിഷേകത്താൽ നിറയപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് രാജസിംഹാസനത്തിലെത്തി അവിടെ ഇരിക്കുമ്പോൾ ഒരു ഫെലിസ്തനും ദാവീദിന് നേരെ നിൽക്കാൻ ഒത്തില്ല. സ്തോത്രം. സ്തോത്രം. ഒരു പൈശാചിക മണ്ഡലങ്ങളും ദാവീദിന് തകർക്കാൻ ഒത്തില്ല. ബൈബിൾ പറയുന്നു, ദാവീദിന് ദൈവം സ്വസ്ഥത കൊടുത്തു. എന്താണെന്നറിയാമോ? സ്വസ്ഥതയില്ലാതെ മീറ്റിംഗിൽ കയറിയ ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എന്താണെന്നറിയാമോ? നിനക്ക് ദൈവം ഒരു സ്വസ്ഥത തരാൻ പോകുക. ഓ സ്തോത്രം. എന്നും ദുഃഖമല്ലെന്നേ, എന്നും ദാരിദ്ര്യമല്ലെന്നേ, എന്നും കഷ്ടപ്പാടല്ലെന്നേ, എന്നും വെല്ലുവിളി അല്ലെന്നേ, എന്നും അമ്മായിയമ്മ പോരും മരുമക്കൾ പോരല്ലെന്നേ. ദൈവാത്മാ ചിലരോട് ദൂത് പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുടെ സമയം വരാൻ പോകുകയാണ്. ഇന്ന് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറകൾക്കൊരു സ്വസ്ഥത. സ്തോത്രം. നിന്റെ കുടുംബത്തിന് ദേശത്തില്ലാത്തൊരു സ്വസ്ഥത. ദേശം മുഴുവനും ദാരിദ്ര്യമുള്ളപ്പോൾ വിധവയുടെ ഭവനത്തിൽ മാത്രം ഒരു സമൃദ്ധി. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയുന്നു. സ്തോത്രം. ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ തലപൊക്കി നോക്കുമ്പോൾ, അബ്രഹാമേ, ദേശം മുഴുവനും നിന്റെ സ്വന്തം പേരിൽ എഴുതി തരാൻ പോകുക. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ ആരാധിക്കാൻ പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 20 വർഷം മുന്നേ. ഒരു ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ ദൈവദാസൻ, അവിടുത്തെ മെയിൻ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും എഴുന്നേക്കാൻ പറഞ്ഞു. ഏകദേശം 1500 പേരുണ്ടായിരുന്നു വിശ്വാസികൾ. ഞാനും വിശ്വാസിയായിരുന്നു അന്ന് അവിടുന്ന് എഴുന്നേറ്റപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ചർച്ചിൽ ഇരിക്കാൻ സ്ഥലമില്ല. 1500 പേര് വന്നതോടുകൂടെ ചർച്ചിൻ്റെ അകത്ത് എല്ലാം ഫുൾ പാക്ഡാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്താൽ കൈചൂണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ഇരിക്കുന്ന വ്യക്തി പടിഞ്ഞാറോട്ട് കൈചൂണ്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാ സഭയിലെ വിശ്വാസികൾ പടിഞ്ഞാറോട്ട് കൈചൂണ്ടി. എന്നിട്ട് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ അവകാശമാക്കുന്നു. എന്നിട്ട് തെക്കോട്ട് കൈവീശാൻ പറഞ്ഞു, പടിഞ്ഞാറോട്ട് കൈവീശാൻ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ചില മാസങ്ങൾ കഴിയുന്നതിന് മുന്നമേ, സ്തോത്രം, വലത്തും ഇടത്തുമുള്ള സ്ഥലങ്ങൾ അവിടെ ഉള്ളവരോട് സഭ വാങ്ങിച്ചു. അവിടെ ചർച്ച എക്സ്റ്റെൻഡ് ചെയ്തു. സ്തോത്രം. പിന്നെയും സഭ ആയിരങ്ങളിലോട്ട് വളർന്നു. അതിനുശേഷം പിന്നെയും അവർക്ക് സ്ഥലം ആവശ്യം വന്നപ്പോൾ അവിടെ ഏക്കർ കണക്കിന് സ്ഥലത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചു. പിന്നെയും ആയിരങ്ങൾ സഭയ്ക്കകത്ത് നിറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി ഇതിലെല്ലാം വലിയ അർത്ഥമുണ്ടെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ ഒന്ന് നോക്കുമ്പോൾ, നീ ഒന്ന് കൈ ചൂണ്ടുമ്പോൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചിലതൊക്കെ നിന്റെ കൈ തരാൻ പോകുക. ഇവിടെ വീടില്ലാത്തവർക്ക് ഏറി വന്നിട്ടുണ്ടോ? നാം സേവിക്കുന്നത് ജീവനില്ലാത്ത ദൈവത്തിന്റെ മുമ്പിലല്ല, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ദൈവത്തിന്റെ മുന്നിലല്ല നാം വന്നത്. അഗ്നിജ്വാല കൊത്ത കണ്ണുള്ള സർവശക്തന്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ആ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നേ. നീ ഒന്ന് കൈ ചൂണ്ടി പ്രാർത്ഥിക്കണമെന്നേ. പണ്ടൊരു ഉപദേശി, സ്തോത്രം, അദ്ദേഹത്തിന് ഒരു സ്ഥലം വിൽക്കാൻ വെച്ച സ്ഥലം ഉണ്ടായിരുന്നു. കേൾക്കണം കേട്ടോ, വിൽക്കാൻ വെച്ച സ്ഥലം. ആ സ്ഥലം ഈ അന്യന്റെ മുതലൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് കേട്ടോ.
അന്യൻ്റെ മുതലൊന്നും ആഗ്രഹിക്കരുത്. ഞാൻ പറഞ്ഞത് വിൽക്കാൻ വെച്ച സ്ഥലം അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കാശില്ല. അദ്ദേഹം സ്തോത്രം ആരുമില്ലാത്ത സമയത്ത് ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 രൂപയുടെ ഒരു കോയിൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ കുഴി എടുത്തു. ആ കുഴിയിലേക്ക് 2 രൂപ ഇട്ട് അത് മണ്ണ് കൊണ്ട് അടച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഈ സ്ഥലം എനിക്ക് വേണം, അതിൻ്റെ അഡ്വാൻസ് ഇന്നാ പിടിച്ച 2 രൂപ. നിങ്ങൾക്കറിയാമോ, മാസങ്ങൾക്കുള്ളിൽ അത് വാങ്ങിക്കാനുള്ള പൈസ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്തോത്രം വലിയ ഹോള് പണിതു, ഓഫീസ് പണിതു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പലക്കാലം സ്തോത്രം, നീ ചോദിപ്പീൻ, ഞാൻ നിനക്ക് രാജ്യങ്ങൾ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാൻ പോവുക. സ്തോത്രം. അബ്രഹാമേ, എന്താണെന്നറിയാമോ, മറ്റ് അബ്രഹാമന്മാർ തല താഴ്ത്തി സഞ്ചരിക്കുമ്പോൾ ഈ അബ്രഹാമിന് വെളിപ്പാടുള്ള അബ്രഹാമായിരുന്നു. ഓ സ്തോത്രം, അസാധാരണ ദർശനമുള്ള അബ്രഹാമായിരുന്നു. ദൈവത്തിൻ്റെ ദൂത് പറയുകയാണ്, ചില അവകാശങ്ങൾ നിങ്ങൾ വാങ്ങാൻ പോകുക. സ്തോത്രം. നിങ്ങളുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം ഇതുവരെ ഇല്ലാത്തതായി ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ നിങ്ങൾ കാണും. സ്തോത്രം. ഈ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ തിക്തമായ ചില അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ചില നിർണയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. സ്തോത്രം. ചില ഭാവി സംബന്ധമായിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് ചില സെറ്റിൽമെന്റുകൾ എന്ന പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. ദൈവം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീഞ്ഞൊക്കെ പാരുന്നൊരു പാത്രം, അത് ബ്ലെസ്സിങ്ങിനെ കാണിക്കുന്നു. ആ പാത്രം ശൂന്യമായിരിക്കുന്ന പാത്രത്തിൻ്റെ അകത്ത് സ്തോത്രം ഒരു നിറവ് വരുന്നത് പോലെ, ഒരു ഓവർഫ്ലോയിങ് വരുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ, ആത്മിക മണ്ഡലങ്ങൾ, ഭൗതിക മണ്ഡലങ്ങൾ, സാമ്പത്തിക മണ്ഡലങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവം നൽകി തരേണ്ടതിന് ഈ ദിവസങ്ങളിൽ സ്തോത്രം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും മുകളിലോട്ട് പൊങ്ങുന്ന വ്യക്തിയെപ്പോലെ ദൈവം നിങ്ങൾ ആക്കി തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സ്തോത്രം കലങ്ങേണ്ട, ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഉടര ഹസ്തല റബൻ കമാന വൈഡര റിഗജഗദൽ കമാന. ദൈവന്മാ പറയുന്നു, കൂടിച്ചേരാത്ത ചില വ്യക്തികൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ കൂടിച്ചേരുന്നത് പോലെ സ്തോത്രം പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ താറുമാറായി പോയ ബന്ധങ്ങളെല്ലാം സ്തോത്രം റീകൺസിലേഷൻ ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു മനസാന്തര അനുഭവത്തിൽ ചേർന്ന് വരുന്നത് പോലെയൊക്കെയും ദൈവം നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവം ചില അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലോട്ട് മടങ്ങി വരാം. ഇവിടെ കാണുന്നു, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരുമെന്ന്. ഈ വാക്യത്തിൽ വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ നിനക്ക് തരാം എന്നല്ല പറഞ്ഞത്, ശാശ്വതമായി തരാം. എന്നാ പറഞ്ഞത്? ശാശ്വതമായി ഞാൻ നിനക്ക് ചില അവകാശം തരും. ഈ ദൈവം തന്ന അടുത്ത 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ അല്ല, പെർമനന്റ് ആയിട്ടാണ് ദൈവം തരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്കും. അങ്ങനെ ഒരു വാഗ്ദത്തം തരാൻ ദൈവത്തെ കൊണ്ടേ ഒക്കത്തുള്ളൂ. ഈ വിദേശ രാജ്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വായിച്ചു. സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും താമസിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇന്ത്യക്കാർ മലയാളികൾക്ക് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവിടെയൊക്കെ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ജോലി കഴിഞ്ഞാൽ നാട്ടിലോട്ട് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ അല്ലേ? അത് അവരുടെ ജോലി കഴിഞ്ഞാൽ ഒരു 10, 40, 50 വർഷമൊക്കെ ജോലി എടുത്ത് അവർ തിരിച്ചു വരണം. എന്നാൽ നല്ല പൈസയുള്ള ആളുകളാണെങ്കിൽ, ഭയങ്കര ഒത്തിരി പൈസ കോടീശ്വരന്മാരായ ആളുകൾക്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ പെർമനന്റ് റെസിഡൻസി കൊടുക്കും. എന്ന് വെച്ചാൽ അവിടെ സ്ഥിരമായി താമസിക്കാനുള്ളൊരു പേപ്പറിനാണ് പെർമനന്റ് റെസിഡന്റ് പേപ്പർ എന്ന് പറയും, PR പേപ്പർ എന്ന് പറയും, കൊടുക്കും. പക്ഷേ ഈ സൗദി അറേബ്യ ഉള്ള രാജ്യങ്ങൾ അങ്ങനെ ലൈഫ് ലോങ് കൊടുക്കത്തില്ല, 100 വർഷം കൊടുക്കുന്നത്. എത്ര? 100 വർഷം. ഈ അമേരിക്ക, മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ലൈഫ് ലോങ്ങാണ്. അവർക്ക് ആരെങ്കിലും പോയി അവിടെ താമസിച്ചാൽ അവിടെ പെർമനന്റ് കിട്ടി, അവർക്ക് തലമുറകളെ അവിടെ തന്നെ അവിടുത്തെ പൗരന്മാരായി താമസിക്കാം. പക്ഷേ ഈ സൗദി അറേബ്യ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെ കൊടുക്കത്തില്ല. അവർ 100 വർഷമാണ് കണക്ക്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവിടെ PR പേപ്പർ കൊടുത്താൽ 100 വർഷം നിൽക്കുക, 100 വർഷം കഴിഞ്ഞാൽ ക്യാൻസൽ ആകും.
അതാണ് അവിടുത്തെ നിയമം. പക്ഷെ ദൈവം നിനക്ക് 100 വർഷമോ 50 വർഷമോ അല്ല തരുന്നത്, ശാശ്വത അവകാശമായിട്ടാണ് തരുന്നത്. എന്നാ മനസ്സിലായോ? ശാശ്വത അവകാശം. ഞാൻ നിനക്കൊരു ലാൻഡ് തരാം, അടുത്ത 50 വർഷത്തേക്ക് നീ അതിൻ്റെ ഓണറായിരിക്കും, അത് കഴിഞ്ഞ് വേറെ കൊടുക്കുമെന്നല്ല അബ്രഹാം, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തന്നാൽ അത് എടുത്തു മാറ്റാൻ ഭൂമിയിൽ ആരെ കൊണ്ട് ഒക്കത്തില്ല. സ്തോത്രം. ഭൂമിയിൽ ആരെ കൊണ്ട് എടുക്കാൻ ഒക്കാത്ത ചില നന്മകൾ ദൈവം ചിലതിനു വേണ്ടി പകരാൻ പോകുകയാണ്. നീ വിശ്വസിക്കണം കേട്ടോ. സ്തോത്രം. ഈ പുലർച്ചെ സമയത്ത് ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ സ്തോത്രം, അവിടെയും രാത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവം നിനക്ക് ചില ശാശ്വത അവകാശങ്ങൾ തരാൻ പോകുന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ? എല്ലാ ഭൂമിയും നിന്റെ അവകാശമാണ്. എപ്പോഴാണ് ഭൂമി നഷ്ടപ്പെട്ടെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ചാ. ഏദൻ തോട്ടത്തിൽ പാമ്പ് ചതിച്ചതാ ഹവ്വ അമ്മച്ചിയെ. അമ്മച്ചി പാപം ചെയ്തപ്പോൾ എല്ലാ നന്മയും നഷ്ടപ്പെട്ടതാ. ദൈവം പറഞ്ഞു അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമേ, ആദമും ഹവ്വയും നഷ്ടപ്പെടുത്തിയ നന്മകൾ ആമേൻ നിനക്ക് തിരികെ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ഈ ഭൂമിയിലും വരാൻ പോകുന്ന നിത്യതയിലും ദൈവം ചിലതിന് ചില അവകാശങ്ങൾ തരുമെന്ന് പരിശുദ്ധമായ ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയുന്നു. ചിലർക്ക് ചില ഭവനങ്ങൾ പണിയാൻ പോകുക. സ്തോത്രം. ചിലർ ജോലിയില്ലാത്ത ചിലതിൻ്റെ ജോലി മേഖലകളിൽ അത്ഭുതം നടക്കാൻ പോകുക. സ്തോത്രം. മക്കളുടെ വിവാഹ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. നിന്റെ മക്കളുടെ വിവാഹം ബ്യൂട്ടിഫുള്ളായി ദൈവം നടത്താൻ പോകുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇരിക്കണം. അനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം കേട്ടോ. നിങ്ങൾ ഒരു മാസം ഒരു സ്ഥലത്ത് ജോലിക്ക് പോയാൽ കിട്ടാവുന്ന സാലറി വളരെ തുച്ഛമേ ഉള്ളൂ തന്നെ. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവും ടാക്സിന്റെ കണക്കും ഒക്കെ ഭയങ്കരമാണ്. ജീവിക്കാൻ ഒക്കാത്ത പോലെ നിയമം വന്നുകൊണ്ടിരിക്കുന്ന ജനം മുഴുവൻ ഗവൺമെന്റിനെ ശപിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനോട് ദൈവം പറയുക, നീ ഒന്ന് തല പൊക്കന്നേ. ആമേൻ. വിശ്വാസത്തോടെ നീ ഒന്ന് തല പൊക്ക്. കാരണം നിനക്ക് മറ്റുള്ളവർക്കില്ലാത്ത ചില നന്മകൾ കടന്നു വരാൻ പോകുന്നു. എന്നിട്ട് 16-ാം വാക്യം ഉൽപ്പത്തി 13:16 പറയുന്നു, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതി എണ്ണം. എന്നാ വാക്തത്വമായത്? ഭൂമിയിലെ പൊടി എണ്ണാമെങ്കിൽ നിന്റെ സന്തതി എണ്ണം. ഞാൻ ചോദിച്ചോട്ടെ, ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചു, അബ്രഹാമിന്റെ സന്തതി എണ്ണാൻ പറ്റാവുന്ന ഒരു സ്തോത്രം എന്താ പറയുക, ഒരു മൈക്രോസ്കോപ്പോ ക്യാമറയോ ഇന്നത്തെ അത്യാധുനിക സംവിധാനം എന്തേ ഭൂമി കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിക്കാൻ പോകുന്നില്ല, എണ്ണി തീരാനും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി ഇന്ത്യയിൽ ഒരു പ്രത്യേക ഒത്തിരി ഉൾഗ്രാമത്തിൽ ഒരു മലയുടെ മുകളിലോട്ട് പോയി. ആ മലയുടെ മുകളിലോട്ട് പോയിട്ട് ഉപദേശിച്ച് പറയുക, ഈ മലയുടെ ഓരോ വശത്തും 100 കണക്കിന് 1000 ആളുകൾ താമസിക്കുക. ആർക്കും അറിയത്തില്ല ഇവിടെ എത്ര പേർ താമസിക്കുന്നെന്ന്. ഒരു ഗവൺമെന്റിന് സെൻസസ് എടുക്കാൻ ഒക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം അബ്രഹാമിനെ അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പൊടി പോലെ അനുഗ്രഹം. സ്തോത്രം. പൊടി പോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണെന്ന്. ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നു. സ്തോത്രം. നിന്റെ കാഴ്ചപ്പാട് ചെറുതായിരിക്കരുത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നീ ഒന്ന് വളരണം. ദൈവത്തിന്റെ സ്തോത്ര അനുഗ്രഹത്തിനനുസരിച്ച് നിന്റെ മൈൻഡ് ഒന്ന് വികസിക്കണം. ആമേൻ. സ്തോത്രം. ഈ പോളിയോങ്കിച്ചോ എന്ന് പറഞ്ഞൊരു ഉപദേശി ഉണ്ടായിരുന്നു കൊറിയയിൽ. അദ്ദേഹം നിത്യത വിശ്രമിക്കുന്നു. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഏകദേശം 10-40 പേരാ. 40 പേര് വിശ്വാസികൾ മാത്രം. യോങ്കിച്ചോ ദൈവസന്നിധിയിൽ ഉപവസിച്ചു 40 ദിവസം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് സഭ വളർത്താൻ. അദ്ദേഹത്തിൻ്റെ സഭ അങ്ങോട്ട് വളർന്നു കേട്ടോ. നിങ്ങൾക്കറിയാമോ, ആ രാജ്യത്തിൻ്റെ കൊറിയയുടെ പ്രസിഡന്റ് ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ സഭയിൽ വന്ന് പ്രാർത്ഥിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സഭയിലെ വിശ്വാസികൾ ലക്ഷക്കണക്കിന് പേരായിരുന്നു. ദൈവം അന്ന് അങ്ങോട്ടൊന്ന് മാനിച്ചതാണ്. ആമേൻ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചു, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, അദ്ദേഹത്തെക്കാൾ വലിയ സഭകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. പക്ഷെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സഭ വലിയ സഭയായിരുന്നു. ലക്ഷങ്ങൾ കൂടുന്ന സഭയായിരുന്നു. അവിടുത്തെ MP-മാർ MLA-മാരും അവിടുത്തെ ഉന്നതന്മാരെ ഉദ്യോഗസ്ഥന്മാരും എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് മുന്നേ വന്ന് പ്രാർത്ഥിക്കാതെ പോകത്തില്ല. ഒരു അന്യാരാധന ശക്തിയും അവിടെ ബലം പ്രാപിച്ചില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഭവനമാകട്ടെ ദേശത്തിൽ ബലം പ്രാപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ സഭയാകട്ടെ ദേശത്ത് വളരുന്നത്. സ്തോത്രം. നിന്റെ ഭവനത്തിൽ ചില രോഗശാന്തികൾ കടന്നു വരാൻ പോകുക. നിന്റെ ദേശത്ത് ചില അത്ഭുതങ്ങൾ നിന്നിൽ കൂടെ നടക്കാൻ പോകുക. പലപ്പോഴും വിശ്വാസിയുടെ വിശ്വാസം തണുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പമ്മിയിരിക്കേണ്ടി വരുന്നത്. ആമേൻ. സ്തോത്രം. ഈ ഏലിയാവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞെന്താ പറയുമ്പോൾ, ഏലിയാവ് പ്രാർത്ഥിച്ചു 3 ആണ്ട് മഴ പെയ്തില്ല. പിന്നെയും പ്രാർത്ഥിച്ചു.
ആകാശം തുറന്നു. അങ്ങനാണെങ്കിൽ നീ ഒന്ന് കൽപ്പിക്കാൻ തയ്യാറാണോ? ആമേൻ. നീ ഒന്ന് കൽപ്പിക്കാൻ തയ്യാറാണോ? ആകാശത്തോടൊന്ന് കൽപ്പിക്കാൻ ജോഷുവ പ്രാർത്ഥിച്ചു. സൂര്യൻ അവിടെ നിൽക്കട്ടെ, ചന്ദ്രൻ അവിടെ നിൽക്കട്ടെ. സൂര്യന് നിന്നു, ചന്ദ്രന് നിന്നു. ക്ലോക്ക് ബാക്കോട്ട് തിരിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ളവന്റെ വായിൽ നിന്ന് ചില വാക്കുകൾ വരുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും സ്തോത്രം സകലത്തെയും ഭരിപ്പാൻ സർവശക്തനായ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ലയോ? നീ ഒന്ന് തലപൊക്കാൻ തയ്യാറാകട്ടെ. ദൈവാത്മാവ് ചിലതിന് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാ? നിങ്ങൾ വിശ്വാസത്തോടു കൂടെ വാ തുറന്നൊന്ന് കൽപ്പിക്കാൻ തയ്യാറാണോ? പുതിയ ഈ മീറ്റിങ്ങിൽ ഞാൻ ആഗ്രഹിക്കുന്നതാ സ്തോത്രം, നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഇൻക്രീസ് ആകട്ടെ. ചിലരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ സ്തോത്രം അത് നിന്റെ ബ്ലെസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിക്കോ. ബന്ധിക്കപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? വിടുതലില്ലാത്ത ആരെങ്കിലും നിന്റെ ഭവനത്തിലുണ്ടോ? സ്തോത്രം നിന്റെ കുടുംബത്തിലുണ്ടോ? നീ അവന്റെ വിടുതലിനൊരു കാരണക്കാരനായി പോകുക. യേശുവിന്റെ നാമത്തിൽ ചില ശാപത്തിന്റെ കെട്ടുകൾ സ്തോത്രം ചില കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറും. സ്തോത്രം യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്നാ കിട്ടി എന്ന് ചോദിക്കുന്നവന്റെ മധ്യത്തിൽ സ്തോത്രം ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത് പോലെ ദൈവം ചില കുടുംബങ്ങൾ അങ്ങ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചോ? അബ്രഹാമിനെ ദൈവം ഉയർത്തിയോ? അങ്ങനെ ഉയർത്തിയെങ്കിൽ അതിന് റഫറൻസ് ബൈബിളിലുണ്ടോ? അതിന് ചരിത്രപരമായ തെളിവുണ്ടോ? പറയാം, നമുക്ക് വായിക്കാം. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്ര അവൻ വന്നത്. ആര്? യേശു. അബ്രഹാം മരിച്ചിട്ട് വർഷം എത്രയായി അല്ലേ? അപ്പൊ യേശു വന്നിട്ട് പറയുന്ന പദം എന്താണെന്നറിയാമോ? ഞാൻ വന്നിരിക്കുന്നത് അബ്രഹാമിന്റെ സന്തതികളെ സംരക്ഷണ ചെയ്യാനാ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ദൂതാണ് അബ്രഹാമിനോട്, നിന്റെ സന്തതിയെ സ്തോത്രം ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. വർഷങ്ങൾക്കിപ്പുറത്തും ദൈവം വാഗ്ദത്തം മറന്നിട്ടില്ല. പുത്രനെ ഭൂമിയിലോട്ട് അയക്കുമ്പോൾ പിതാവ് പറഞ്ഞു, മോനെ നീ ഭൂമിയിലോട്ട് പോകുമ്പോൾ ഞാൻ വാഗ്ദത്തം കൊടുത്ത അബ്രഹാമിന്റെ സന്തതികൾ കുറേ പേർ അവിടെ ഉണ്ട്, അവരുടെ കാര്യം നോക്കാനും നിന്നെ അയക്കുന്നത് നിന്നെ മറക്കണ്ടെന്ന്. ഓ സ്തോത്രം, എത്ര പേർക്ക് ഞാൻ പറഞ്ഞ വചനത്തിന് ആഴം മനസ്സിലായി? ഇന്ന് പകൽക്കാലം ഒരു വാഗ്ദത്തം ലഭിച്ചാൽ, ദൈവം നിനക്കൊരു ദർശന സ്വപ്നത്തിൽ കൂടെ തന്നാൽ, പ്രവാചകന്മാരിൽ കൂടെ തന്നാൽ അത് മാറത്തില്ല, അത് മാറ്റാൻ ഒക്കത്തുമില്ല. സ്തോത്രം. ഗലാത്യലേഖനം 3:9 പറയുന്നു, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അവിടെയും ഇത് അനുഗ്രഹം എങ്ങനെയാണെന്ന് അറിയാമോ? അബ്രഹാമിനോട് കൂടെയുള്ള അനുഗ്രഹം. ഒന്ന് തല പൊക്കിയത് അബ്രഹാം. ദൈവത്തെ അനുസരിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ മാറും. ആമേൻ. ദൈവത്തെ മാനിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ടോട്ടൽ കാര്യങ്ങൾ മാറുമെന്നേ. സ്തോത്രം. നിന്റെ സഭയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണം കേട്ടോ. ആമേൻ. നിന്റെ ദേശത്തിൽ സ്തോത്രം ദൈവത്തെ സേവിച്ച കുടുംബമാണത്. അവർ ദൈവം ഉയർത്തിയെന്ന് ലോകം പറയണമെന്ന്. ആമേൻ. സ്തോത്രം. ആ ലെവലിലോട്ട് നമ്മുടെ കാര്യങ്ങൾ മാറണം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മാറണം യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് മീറ്റിങ്ങിൽ കയറിയിരിക്കുന്ന സകലരോടും ദൈവാത്മാവ് ദൂത് പറയുകയാണ്. സ്തോത്രം. ദൈവം ഇരുവശങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും മാറത്തില്ല, അതെല്ലാം നിങ്ങൾ കൈനീട്ടി പ്രാപിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുക. ഇതുവരെ കർത്താവിങ്കിലേക്ക് വന്നിട്ടില്ലാത്ത ചില വ്യക്തികൾ ചില കുടുംബത്തിൽ ദൈവസേന മുട്ടുമടക്കാൻ പോകുന്നു. സ്തോത്രം. ചില സ്നാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും. സ്തോത്രം. ചില വ്യക്തികൾ, കർത്താവിനെ അറിയാത്ത ചില വ്യക്തികൾ നിങ്ങളോട് ചേർന്ന് വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിൽ ചില എന്താ പറയണ്ടേ ട്വിസ്റ്റൊക്കെ സംഭവിക്കും. ടേൺ ചെയ്യുന്നത് പോലെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ട് ടേണിങ്, ഒരു റൗണ്ട് അബൌട്ടിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ മാറി തിരിഞ്ഞ് മറ്റൊരു റൂട്ടിലോട്ട് പോകുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവിക ദൂത് ഏറ്റെടുത്തോ. ദൈവിക കാര്യങ്ങൾ നിങ്ങൾ ചലിക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് വീണ്ടും വചനത്തിലോട്ട് കടന്നു വരാം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അബ്രഹാമിനോട് തലപൊക്കി. അപ്പൊ തലപൊക്കാൻ അബ്രഹാം പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിക്കാൻ തയ്യാറായി കേട്ടോ.
അനുസരിക്കാൻ തയ്യാറായി. ചിലരോട് പറയാറുണ്ട് സ്നാനപ്പെടണമെന്ന്. സ്നാനപ്പെടത്തില്ല. സ്തോത്രം. സ്നാനപ്പെട്ടില്ലെങ്കിൽ എൻ്റെ സ്വർഗത്തിൽ പോകത്തില്ല എന്നാ ചോദിക്കുന്നേ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ എത്തത്തില്ലെന്ന് ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പം? തല പൊക്കിയില്ലെങ്കിൽ എന്നാ കുഴപ്പം? ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് അനുസരിക്കണം കേട്ടോ. ഇന്ന് രാത്രി ദൈവം അങ്ങനെ ചില ദൂത് നിങ്ങളോട് പറയുക. സ്തോത്രം. ഈ തല പൊക്കി നോക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടു. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാല് തകർക്കും. ആമേൻ. ഇവിടെ പറയുകയാണ്, എപ്പോഴും ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കാതിരിക്കാൻ സാത്താൻ ആദ്യം അടിക്കുന്നത് എവിടെന്ന് പറയുമ്പോൾ തലക്കടിക്കും. എന്ന് വെച്ചാൽ ഇവിടെ പറയുകയാണ് ശത്രുത. ഏദൻ തോട്ടത്തിൽ വന്ന ശത്രുത നമുക്ക് കാണാം. അപ്പോൾ ഈ ശത്രുയുടെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? സ്തോത്രം. അവൻ നിന്റെ തല തകർക്കും. ചില സഭകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദൈവദാസന്മാർ എങ്ങനെ സ്തോത്രം വെളിപ്പാട് പറഞ്ഞാലും പ്രവചിച്ചാലും ഒരു സ്തോത്രം പോലും പറയാതിരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? ഇവന്റെ തല പണ്ടേ സാത്താൻ തകർത്തതാ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇവന്റെ തല സാത്താൻ തകർത്തതാ. എത്ര പ്രസംഗിച്ചാലും, എത്ര പ്രവചനം പറഞ്ഞാലും, എത്ര തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ഇവന് അനങ്ങത്തില്ല. സ്തോത്രം. ഈ പണ്ട് സ്തോത്രം ചില വ്യക്തികൾ ആലയത്തിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കും. ഇരുന്നാൽ കണ്ണടച്ചാണ് ഇരിക്കുന്നത്, അനങ്ങത്തില്ല. വന്നതുപോലെ അവർ തിരികെ പോകും. അടുത്ത ആഴ്ച പിന്നെയും ആലയത്തിലോട്ട് വരും. അതുപോലെ അവർക്കൊരു മാറ്റമില്ല. സ്തോത്രം. ഒരു മാറ്റമില്ല. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. എന്നാൽ സ്തോത്ര കാര്യം എന്തെന്നറിയാമോ? ഇവന്റെ തലയെ സാത്താൻ ചവിട്ടിയതാ, തല തകർത്ത് കളഞ്ഞതാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം. യേശു പറഞ്ഞു, നീ അവന്റെ കുതികാല് തകർക്കാൻ പോകുക. എന്താണെന്നറിയാമോ? നിന്റെ തല തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ കുതികാല് തകർക്കാൻ നീ തയ്യാറായിക്കോളണമെന്ന്. സ്തോത്രം. എന്തുകൊണ്ട് തല പൊക്കാൻ ഒക്കാത്തെന്നറിയാമോ? എന്തുകൊണ്ട് വെളിപ്പാടിലോട്ട് കയറാൻ പറ്റാത്തെന്നറിയാമോ? സ്തോത്രം. നിന്റെ ആ വ്യക്തിയുടെ തല സാത്താൻ തകർത്തിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബജീവിതം, ചില വ്യക്തികൾ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുക, എൻ്റെ സ്തോത്രം, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. സ്തോത്രം. എനിക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞ് പലരും കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്. ഡിവോഴ്സിന് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്നാ ചെയ്യണം ദൈവരാശനെ എന്ന് വെച്ചാൽ എന്നെ പ്രാർത്ഥിക്കാൻ എത്ര പേര് വിളിക്കുന്നെന്നറിയാമോ? സ്തോത്രം. എന്നാന്നറിയാമോ? കുടുംബത്തിന്റെ തല തകർന്നു, സമാധാനം നഷ്ടപ്പെട്ടെന്നേ. സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ അഭിഷേകത്തോടെ നീ ഏറിക്കോണം. ആരാധനയോടെ നീ ഏറിക്കോണം. അവന്റെ കുതികാല് തകർക്കണം. ഓ സ്തോത്രം. ഒരു നാണവുമില്ലാതെ നമ്മുടെ ഭവനത്തിലോട്ട് കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ഒരു ഇഞ്ച് സ്ഥലം പോലും കൊടുക്കരുതെന്നേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ പൈശാചിക മണ്ഡലങ്ങൾ അടിവേര് നീ പറിച്ചു കളയണമെന്ന്. സ്തോത്രം. ഞാൻ പറിച്ചതാ കേട്ടോ. എൻ്റെ കുടുംബത്തിലെ പിശാചിന്റെ അടിവേര് ഞാൻ പറിച്ചതാ. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഭയങ്കര സമാധാനമാണ്. കാര്യം എന്തെന്നറിയാമോ? സ്തോത്രം. ആ പിശാചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇന്ന് രാത്രികാലം ആ പിശാചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നീ തയ്യാറാകണം. ഒരുമിച്ചിരുന്ന് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. നിന്റെ തല നീ ഒന്ന് പൊക്കണം. അങ്ങനാണെങ്കിൽ നിന്നെപ്പോലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസി ഈ ദേശത്തുണ്ടാകത്തില്ലെന്ന്. ഓ സ്തോത്രം. നിന്നെപ്പോലെ ഉയർച്ച പ്രാപിക്കുന്ന ഒരു വിശ്വാസി ദേശത്തുണ്ടാകത്തില്ലെന്ന്. സ്തോത്രം. നല്ല രീതിയിൽ നിന്റെ കാര്യങ്ങൾ ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുന്നു. നിന്റെ കടഭാരങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കളയാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരെങ്കിലും കടഭാരത്തിൽ കുടുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ ആത്മാവ് കടഭാരങ്ങളിൽ നിന്ന് റിലീസ് തരാൻ പോവുക. ഈ സാത്താൻ കുരിക്കുന്നത് സ്തോത്രം നീ എന്ത് ചെയ്യണം അറിയാമോ? തകർത്ത് കളയണം. നിന്റെ തല തകരുകയല്ല, അവന്റെ കുതികാല് നീ തകർക്കണമെന്നേ. സ്തോത്രം. അവന്റെ കുതികാല് നീ തകർക്കണം. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. ഈ യേശു കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ സാത്താൻ പൊട്ടിച്ചിരിച്ചതാ. കാര്യം എന്തെന്നറിയാമോ? യേശുവിന്റെ തല തകർത്തു. യേശുവിന്റെ തല തകർത്തു. ഇനി യേശു എഴുന്നേക്കത്തില്ലെന്ന് സാത്താൻ കരുതി. കാലങ്ങളായി ദൈവജനത്തിന്റെ നന്മകളും ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങളും തട്ടിപ്പറിച്ചെടുത്ത് സ്തോത്രം സാത്താൻ മുകളിൽ കയറി യേശുവിന്റെ ക്രൂശിന്റെ മുന്നിൽ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തീർന്നടാ വാഗ്ദത്തം,
തീർന്നടാ ദർശനം. നമ്മെ നോക്കി പരിഹസിച്ചുകൊണ്ട് നിന്റെ ദർശനം തീർന്നെന്ന് പറയുന്ന സാത്താനെ നോക്കി യേശു മറിച്ചൊന്നും പറഞ്ഞില്ല. കാര്യമെന്തെന്നറിയാമോ? സ്തോത്രം. യേശുവിന് അറിയാമായിരുന്നു, ഏതൊക്കെ ആണികൾ കൊണ്ട് എന്നെ അടിച്ചാലും, ഏതൊക്കെ മുൾക്കിരീടം എൻ്റെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റിയാലും, ഏതൊക്കെ റോമ ഗവൺമെന്റ് എന്നെ കല്ലറയ്ക്കകത്ത് കയറ്റിയാലും 3-ാം ദിവസം എന്നുണ്ടെങ്കിൽ ഞാൻ വെളിയിൽ വന്നിരിക്കും. ആമേൻ. സ്തോത്രം. 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസമാണ് കേട്ടോ. ഒരു ദൈവവൈതലിന്റെ കണ്ണുനീരും ഒരു ദൈവവൈതലിന്റെ കഷ്ടപ്പാടുകളും കഴിഞ്ഞ് വെളിയിൽ വരുന്ന ദിവസമുണ്ട്. സ്തോത്രം. അത് ഒരു ദൈവഭക്തന് മാത്രമേ അവകാശമുള്ളെന്ന്. സ്തോത്രം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ ഒരു ഭാഗ്യമുള്ളെന്ന്. ഞാൻ ഒരുപാട് വട്ടം ഇരുട്ടിക്കൂടെ പോയിട്ടുണ്ട്, തകർച്ചക്കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഉപവാസം കഴിയുമ്പോൾ, സ്തോത്രം, ഒരു ആരാധന കഴിയുമ്പോൾ എൻ്റെ അടുത്ത സുപ്രഭാതം മുകളിൽ വന്നു. ഒരു അസ്തമയമുണ്ടെങ്കിൽ ഒരു ഉയർപ്പ്, ഒരു ഉദയമുണ്ടെന്നേ. സ്തോത്രം. ഒരു ദിവസം രാത്രി ഇരുട്ടുന്നെങ്കിൽ എന്നും ഇരുട്ടെന്നല്ല, ഒരു പ്രഭാതം നിന്നെ തേടി വരാൻ പോകുകയാ. ദൈവാത്മാ പറയുന്നു, ഏത് കല്ലറകളും യേശുവിന്റെ നാമത്തിൽ തുറന്നിരിക്കും. ലാസറിന്റെ കല്ലറ യേശു തുറന്നെങ്കിൽ ഇന്ന് നിന്റെ തകർന്ന കുടുംബജീവിതത്തെ ദൈവം പണിയാൻ പോകുകയാ. സമാധാനമില്ലാതെ, ഐക്യതയില്ലാതെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ചില പൈശാചിക മണ്ഡലങ്ങളെ നീ വേരോടെ പിഴുതെറിയുമ്പോൾ സമാധാനം കടന്നു വരും. അപ്പോൾ സ്തോത്ര, കല്ലറയുടെ മുമ്പിൽ റോമ ഗവൺമെന്റ് സീല് വെച്ചിട്ട് പട്ടാളക്കാരെ വെച്ചു. മരിച്ചിട്ട് പോലും പേടി യേശുവിന്, മരിച്ചിട്ട് പോലും പേടിയ. കാരാഗൃഹത്തിൽ പത്രോസിനെ ബന്ധിച്ചപ്പോൾ അവന്റെ കൈക്കും കാലിനും ചങ്ങലയിട്ട് പുറത്ത് പടയാളികളെയും വെച്ചു. എൻ്റെ പൊന്നെ, സ്തോത്രം, സാധാ ചങ്ങലയല്ല കേട്ടോ. ഒരു സ്തോത്രം, നല്ല കട്ടിയുള്ള കണ്ണുകൾ കൊണ്ടുള്ള ചങ്ങലയ്ക്കകത്ത് പത്രോസിന് അതിൻ്റെ അകത്തിട്ട് പുറത്ത് വലിയ ഗ്രില്ല് കൊണ്ടുള്ള വാതിലും വെച്ച് അതിനെ ലോക്കും പോക്കറ്റിലിട്ട് അവിടുത്തെ ഭരണാധികാരി കടന്നുറങ്ങിയിട്ടും സമാധാനമില്ല. കാര്യം എന്താ? അവർക്കറിയാം, എന്നാ വെച്ച് പൂട്ടിയാൽ ഇവൻ പുറത്തു വരും, എന്നാ വെച്ച് പൂട്ടിയാൽ ഇവൻ പുറത്തു വരും. കാരണം ഇവൻ വാക്തത്വമുള്ളവനാ. വാക്തത്വമുള്ളവനെ ഒതുക്കാൻ പറ്റത്തില്ലെന്നേ, കൃപയുള്ളവനെ പൂട്ടാൻ പറ്റത്തില്ലെന്നേ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ ദൂത് പറയുന്നു, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുക. ബൈബിൾ പറയുകയാണ്, പത്രോസിന്റെ മുന്നിൽ കാരാഗൃഹത്തിന്റെ വാതിൽ മാത്രമല്ല, പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ മലക്കെ തുറന്നു. പത്രോസ് കരുതി സ്വപ്നം കാണുകയാണെന്ന്. എല്ലാ പത്രോസ് സ്വപ്നമല്ല, റിയലാ. ആമേൻ. ഇത് സത്യമാണെന്നേ. പത്രോസ് അപ്പുറത്ത് സഭയിൽ ചെന്ന് വാതിൽ മുട്ടിയപ്പോൾ അവര് പത്രോസിനെ കണ്ട അന്തം വിട്ട്, എങ്ങനെടാ നീ പുറത്തു വന്നത്? അടുത്ത ദിവസം രാവിലെ ഭരണാധികാരികൾ ചോദിച്ചു, ഇവൻ എങ്ങനെ പുറത്തു വന്നു? കാര്യം എന്തെന്നറിയാമോ? പത്രോസിനൊരു വാക്തത്വമുണ്ടെന്നേ. അങ്ങനെയൊന്നും പത്രോസ് മരിക്കത്തില്ല. ഉടരാ ഹതുരജൽക്കമാന ശന്ത വൈഡമാന. പരിശുദ്ധൽമ പറയുന്നു, നിന്റെ വാക്തത്വം തീരാതെ നീ മരിക്കത്തില്ല. നീ ആരാധിച്ച് വിടുതലേറ്റെടുത്തോ, നിന്റെ വാക്തത്വം തീരാതെ നീ മരിക്കത്തില്ല. ദൈവാത്മാ ചിലരോട് ദൂത് പറയുന്നു, വാക്തത്വത്തിന്റെ ചിറക് ഞാൻ ചിലതിനെ പിടിപ്പിക്കും. ആമേൻ. സ്തോത്രം. ഇന്ന് നിന്റെ സാഹചര്യം എത്ര ചെറുതാണെങ്കിലും, ഒരിക്കലും നീ എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം പറഞ്ഞാലും, ചിറക് വന്നാൽ നീ പറക്കുമെന്നേ, നീ പറക്കുമെന്നേ, നീ പറക്കും. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന ജോസഫ് പാനപാത്രവാഹകരോട് പറഞ്ഞു, നീ പുറത്തിറങ്ങുമ്പോൾ എന്നെയും ഓർക്കണം. ഭയങ്കര വാക്തത്വമുള്ളവനാ ഞാൻ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം കാരാഗ്രഹത്തിലാ. അതുകൊണ്ട് ദയ തോന്നണം. ഭയങ്കര പ്രവാചകനാ ജോസഫ് കേട്ടോ, പറഞ്ഞത് അതുപോലെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഒരു മീറ്റിങ്ങും ഇല്ല, വീട്ടിലിരിക്കുക. ഭയങ്കര ദർശനമാ, ഭയങ്കര ദൂത. എന്നാ ദൂതെന്നറിയാമോ? സഹോദരന്മാരെ അപ്പൻ തൻ്റെ മുമ്പിൽ വന്ന് വണങ്ങുമെന്ന ദൂത്. പക്ഷെ ഇപ്പം എല്ലാവരും വണങ്ങിക്കൊണ്ട് നടക്കുക ജോസഫ്. തടവിലെ പുള്ളിയെയും അപ്പുറത്ത് പുള്ളിയും. സാഹചര്യം എതിരല്ലേ? സാഹചര്യം തലപൊക്കാനൊന്നും ഒക്കുന്നില്ലല്ലേ? ദൈവാത്മ പറയുക, വാക്കു പറഞ്ഞവൻ മാറാത്തവൻ, അവനെന്റെ ഉപനിധി, എന്നെ അവസാനത്തോളം കാക്കാൻ ശക്തൻ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ജോസഫുമാരെ, ദാവീദുമാരെ, നിനക്ക് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഉടരാജകൾ ഖമാന. ചിലതിന്റെ അകത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയാ. ചിലതൊക്കെ ആത്മാവിൽ നിറയുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു.
ഉടരാ ഹതുരാ ജഗൽഖമാന. ഇന്ന് ചില ദർശനത്താൽ ചിലത് എഴുന്നേക്കാൻ പോകുകയാണ്. സ്തോത്രം. ദർശനത്താൽ ചിലത് എഴുന്നേക്കാൻ പോകുന്നു. ആ സാറാമ അലക്സ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം കാരാഗ്രഹത്തിന്റെ അവസ്ഥ പോലെ മൂടൽ മഞ്ഞ് പോലെ മൂടിക്കിടക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ അടുത്ത ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. സ്തോത്രം. നിങ്ങൾ സ്തോത്രം ദൈവാത്മാവിൽ കത്തുന്ന വ്യക്തിയാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കത്തിക്കാൻ പോകുക. അത് നിങ്ങളുടെ തലമുറകളിലേക്കും നിങ്ങളുടെ കൊച്ചുമക്കളിലേക്കും ഇറങ്ങി കത്തുന്നത് പോലെ ദൈവം ചില സുവിശേഷത്തിന്റെ മർമ്മം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധം ഏൽപ്പിക്കാൻ പോകുന്നു. ഒരു ആയുധം. നിങ്ങളുടെ കൂടെയുള്ള ആർക്കുമില്ലാത്തൊരു അധികാരവും ഒരു ദൈവിക നിയോഗങ്ങളും നിങ്ങളുടെ മുകളിൽ ദൈവം പകരുകയാ ഇന്ന് രാത്രി. സ്തോത്രം. നീ വിശ്വാസത്തിന്റെ വാളാൽ ചില മണ്ഡലങ്ങളെ നിങ്ങൾ വെട്ടുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തോ ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവ സഹോദരി ആ പ്രിയ ആന്റി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇവിടെ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ യേശുവിന്റെ കല്ലറയുടെ മുന്നേ പോയി വെച്ച് സാത്താൻ ചിരിച്ചു. ക്രൂശിന്റെ മുന്നിൽ നിന്ന് സാത്താൻ ചിരിച്ചു. കല്ലറയുടെ മുമ്പിലും ക്രൂശിന്റെ മുന്നിലും സാത്താൻ ചിരിച്ചു. നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ? സ്തോത്രം. അവിശ്വാസമുള്ള മണ്ഡലങ്ങൾ നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടോ? നീ ഒരിക്കലും എഴുന്നേക്കത്തില്ല. നീ ദാവീദ് പറഞ്ഞ ഒരു പദം നിങ്ങൾ വായിക്കണം കേട്ടോ. സ്തോത്രം. ദാവീദ് ഒരു പദം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 2-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 2-ാം വാക്യം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എന്താ പറഞ്ഞത്? അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ആ ഒരു പദം ഞാൻ പറയാം. പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. നമ്മുടെ എല്ലാവരും പ്രശ്നം എന്തെന്നറിയാമോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ സഭയിലുള്ളവർ, നമ്മുടെ ദേശത്തുള്ളവർ, എന്നെ ആരാധനയാണെന്ന് കുറെ കാലമായി പള്ളിയിൽ പോകാൻ തുടങ്ങിയിട്ട് അവനൊരു മാറ്റം ഇല്ലല്ലോ, അവനൊരു വിടുതൽ കാണാനില്ലല്ലോ. ദാവീദ്, ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു പദം പറയാം. ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദേ സ്തോത്രം, എന്നാ അങ്ങയുടെ ജീവിതം? ദാവീദ് പറയും, ദാവീദിന്റെ സാക്ഷി നിങ്ങൾ കേട്ടോ, ഞാൻ ദാവീദാണ് അങ്ങ് കരുതിക്കോ. ദാവീദ് പറഞ്ഞ സാക്ഷി ഇങ്ങനെയാ, എൻ്റെ അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ അപ്പുറം ഒരു മനുഷ്യന് എന്നാ വേണ്ടത്? ഒരു ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദ് ഉപേക്ഷിച്ചു. ദാവീദ് പറഞ്ഞു, എങ്കിലും യഹോവയോ എന്നെ ചേർത്തുകൊള്ളും. അത് കഴിഞ്ഞിട്ട് ദാവീദ് വിവാഹം കഴിച്ച മീകൾ ഒരു ദിവസം ദാവീദ് ആരാധിച്ചപ്പോൾ ദാവീദിനെ പരിഹസിച്ചു. ഇതാ ദൈവത്തിന്റെ അഭിഷിക്തൻ. അതിൻ്റെ അപ്പുറത്തൊരു മനുഷ്യന് വരാൻ പോകുന്ന തകർച്ച എന്താ? ദാവീദിന്റെ ഭാര്യ ദാവീദിനെ പരിഹസിച്ചു. അടുത്തത് ദാവീദിന്റെ അമ്മായിയപ്പനായിരുന്നു ശൗൽ. ശൗൽ എപ്പം ദാവീദിനെ കണ്ടല്ലോ അപ്പ കുന്തോറിയും. സമാധാനമില്ല ദാവീദിന്. അങ്ങനെ പേടിച്ച് കാട്ടിൻ്റെ അകത്തൊരു ഗുഹയിൽ ദാവീദ് ഒളിച്ചിരിക്കുക. അവിടെയും വന്ന് ശൗൽ ദാവീദിനെ കൊല്ലാൻ. അപ്പൊ ഞാനൊരു കാര്യം പറയാറുണ്ട്, ഈ ഉപകാരം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഉപദ്രവിക്കാതിരുന്നാൽ മതി അല്ലേ? ഉപകാരം. ദാവീദ് പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അപവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ നീ സന്തോഷിച്ചു തുള്ളുവേൻ. സ്വർഗരാജ്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള പ്രതിഫലം വലുത്. ദൈവനാമം നിമിത്തം, ദൈവത്തെ ആരാധിക്കുന്നത് നിമിത്തം, ദൈവത്തെ സേവിക്കുന്നത് നിമിത്തം അവന്റെ പ്രസംഗം, അവന്റെ ആരാധന, അവന്റെ സ്തോത്രം, ഭൂമിയിൽ ആർക്കുമില്ലാത്ത വിശ്വാസം, അതൊക്കെ നാട്ടുകാരെ പറഞ്ഞു ഉണ്ടാക്കട്ടെന്നേ. പക്ഷേ ദാവീദിനറിയാം, എന്റെ വാഗ്ദത്തം ചലിക്കാൻ സമയമായി. സ്തോത്രം. എന്റെ വാഗ്ദത്തം ചലിക്കാൻ സമയമായി. അടുത്ത 3-ാം വാക്യത്തിൽ ദാവീദ് പറയുക, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എന്താണെന്നറിയാമോ? ദാവീദ് പറയുകയാണ്, എന്റെ പരിച എന്റെ സൈന്യമല്ല, എന്റെ പരിച എന്റെ ബാങ്ക് ബാലൻസ് അല്ല. സ്തോത്രം. എന്റെ പരിച എന്റെ കൂട്ടുകാരല്ല. നീയോ യഹോവേ എന്റെ
പരിച. ഇന്ന് ദൈവത്താത്മ ദൂത് പറയുക, ദേശത്ത് കൊറോണ വരുമ്പോൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ, യുദ്ധങ്ങൾ നടക്കാൻ പോകുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു പരിചയമുണ്ട്. അതിവിടുത്തെ ഗവൺമെന്റ് തരുന്ന പെൻഷനല്ല, ഈ ലോകത്തിൽ എനിക്ക് ആരെങ്കിലും തരുന്ന എന്തോ നന്മയല്ല, എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ അല്ല, എൻ്റെ പരിചയം എൻ്റെ ദൈവമാണ്. സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം പകർന്ന അഭിഷേകത്തിന്റെ വലിപ്പത്തിലാ. എന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, എന്റെ കഴിവല്ല, എന്റെ പരിചയമായവൻ, എന്റെ മഹത്വമായവൻ. എത്ര പേര് പറയും എന്റെ മഹത്വമായവൻ എന്റെ സിറ്റുവേഷൻ മാറ്റാൻ പോകുക? സ്തോത്രം. അടുത്ത് പറയാണ് എന്റെ തല ഉയർത്തുന്നവൻ. ആരെല്ലാം നിന്റെ തല താഴ്ത്താൻ നോക്കിയാലും ദൈവം നിന്റെ തല ഉയർത്തിയാലുണ്ടല്ലോ. ആരെല്ലാം നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും ദൈവം നിന്നെ മാനിച്ചാലുണ്ടല്ലോ. നിന്നെ ആർക്കും താഴ്ത്താൻ ഒക്കത്തില്ലെന്ന്. സ്തോത്രം. ദാവീദ് തനിക്കൊരു മില്ലോ പണിതു. മില്ലോ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പണിയുന്ന ഈ വീടുകൾക്ക് മില്ലോ എന്നൊക്കെ പറയും. വീടുകൾ അങ്ങനെയുള്ള പണികൾക്കാണ് മില്ലോ എന്ന് പറയുന്നത്. ദാവീദ് അകത്തോട്ട് പണിത് ഉറപ്പിച്ചെന്ന് എന്ന് വെച്ചാൽ, സ്തോത്രം, ദാവീദിന്റെ അലച്ചലുകൾ ദൈവം നിർത്തി, ഓട്ടം ദൈവം നിർത്തി. ആരാണോ ദാവീദിനെ ഓടിച്ചത്? ശൗലിന് ദൈവം കൊന്നുകളഞ്ഞു. ആമേൻ. സ്തോത്രം. മീകളും ദാവീദിന്റെ കൂടി ഇല്ലായിരുന്നു. പിന്നെ തന്നെ പരിഹസിച്ച മീകളും പോയി. ഇന്ന് പറക്കല ദൂത് പറയട്ടെ. സ്തോത്രം. ദാവീദിന് ദൈവം സ്വസ്ഥത കൊടുത്തു. ആ ദാവീദിന്റെ മകനായിരുന്നു ശലോമോൻ. മക്കളിലേക്ക് വാഗ്ദത്തം പരന്നു. സ്തോത്രം. ഇശ്ശായി വേരിൽ നിന്നൊരു കൊമ്പ് മുളയുണ്ടാകുമെന്ന് വചനം പറയുന്നു. ഇശ്ശായിയുടെ വേര്, ദാവീദിൽ വേരിൽ നിന്നും ക്രിസ്തുയേശു ജനിച്ചു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയട്ടെ, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം. ഇത് നീ പൊക്കിയാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്. സ്തോത്രം. ഇത് എന്നെടുത്തോ അന്ന് ഞാൻ മാനിക്കപ്പെട്ടു. അന്ന് അടുത്ത ദിവസമല്ല കേട്ടോ, ഏറെ വൈകുന്നതിന് മുമ്പേ വാതിൽ തുറന്നു. സ്തോത്രം. കാരാഗ്രഹത്തിന് വാഗ്ദത്തമുള്ളവനെ ഒതുക്കാൻ ഒക്കത്തില്ല. കല്ലറകൾക്ക് വാഗ്ദത്തമുള്ളവനെ ഒതുക്കാൻ ഒക്കത്തില്ല. ലാസറിന്റെ കല്ലറയ്ക്ക് മുകളിൽ, സ്തോത്രം, മാർത്ത പറഞ്ഞു, കർത്താവേ കല്ലറ തുറക്കരുത്, നാറ്റം വെച്ചെന്ന്. കല്ലറ തുറക്കരുത്. 4 ദിവസം കഴിഞ്ഞാൽ ഡെഡ് ബോഡിയിൽ പുഴുക്കൾ വന്നു തുടങ്ങും. ശ്രദ്ധിച്ചോണം. ഒരു വ്യക്തിയിൽ, സ്തോത്രം, പുഴുക്കൾ വന്ന് ഒരു ഡെഡ് ബോഡി കല്ലറയ്ക്കകത്ത് വെച്ച 4-ാം ദിവസം പുഴു വരാൻ തുടങ്ങും. അവന്റെ കണ്ണ് ചീർക്കും, വയറ് വലുതാകും. സ്തോത്രം. അഴുകലിന്റെ വക്കത്ത 4-ാം ദിവസം കല്ലറ തുറക്കാൻ നോക്കിയപ്പോൾ മാർത്ത പറയുക, തുറക്കണ്ട കർത്താവേ, നാറ്റം വമിക്കും. കർത്താവ് പറഞ്ഞു, സ്തോത്രം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. സ്തോത്രം. വിശ്വസിച്ചാൽ ഏത് ഇരുട്ട് മുറിക്കകത്തും, ഏത് ഒരിക്കലും മടങ്ങി വരാത്ത വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ യേശുകളും വിശ്വാസത്തോടെ നീ ഏറ്റെടുത്തോണം കേട്ടോ, ചാടി എഴുന്നേക്കുമെന്ന്. ഉടരാ ജഗൽഖമാന ശംദല മാന. സ്തോത്രം. മരിച്ചതുപോലെ, സ്തോത്രം, യോന കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് പറഞ്ഞു, ഞാൻ മരിച്ചവനെ പോലെയായി. സ്തോത്രം. കടലിലെ പുല്ലിന്റെ തലപ്പാവായിരുന്നു ഞാൻ. ഭൂമിയുടെ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി, എല്ലാവരും എന്നെ കൈവിട്ടു. ഇല്ല യോനേ, നീ മുകളിലോട്ട് കയറാൻ പോകുക, വാഗ്ദത്തം നിന്നെ മുകളിലോട്ട് എത്തിക്കും. ലാസറേ, സ്തോത്രം, ലാസറിന്റെ വിശ്വാസമാണ് ലാസറിനെ എണീപ്പിച്ചത്, ഒരിക്കലുമല്ല. കരയുന്ന സഹോദരിമാർ അപ്പുറത്തുണ്ടായിരുന്നു. സ്തോത്രം. യേശു, അന്ന് ബൈബിളിൽ യേശു കണ്ണുനീർ വാർത്തെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഭവം അത്. യേശു കരഞ്ഞു. കരച്ചലിന്റെ മുന്നിൽ കല്ലറ തുറക്കും. ഹൃദയം തകർന്ന് നിലവിളിക്കുന്നവന്റെ മുമ്പിൽ രോഗശാന്തി നടക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവർ തകർന്ന ഹൃദയത്തെയും ഉടഞ്ഞ മനസ്സിനെയും കൈവിടാത്തവനാ ദൈവം ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ചിലരോട് അങ്ങനെ ദൂത് പറയുകയാണ്. സ്തോത്രം. എതിര് പറഞ്ഞ മാർത്തയോട് യേശു മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ലാസർ വെളിയിൽ വന്നു. ലാസർ വെളിയിൽ വന്നെന്നേ ദൈവാത്മ പറയുന്നു. ചില വ്യക്തികൾ കല്ലറയിൽ കല്ല് മാറ്റാൻ തയ്യാറാകണം. എന്നിട്ട് യേശു പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പീൻ.
പാരമ്പര്യത്തിന്റെ കെട്ടുകൾ, പൈശാചിക കെട്ടുകൾ, സാമ്പത്തികത്തിന്റെ കെട്ടുകൾ, ആരാധിക്കാൻ കഴിയാതെ വിശ്വാസം നഷ്ടപ്പെട്ട കെട്ടുകൾ നീ അയ്യടാ. അവനിതാ ഉയർത്തിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ പുഴുക്കളില്ല, അവന്റെ ശരീരത്തിൽ രോഗമില്ല, അവൻ പൂർണ്ണമായി സൗഖ്യമായി. അടുത്ത ദിവസത്തെ സ്തോത്രം മീറ്റിംഗിന് അവൻ മുഖ്യ അതിഥിയ. ദൈവാത്മാ ചിലരോട് ദൂത് പറയുക, നീ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ചില സ്ഥലങ്ങളിൽ പോകാൻ പോകുക. സ്തോത്രം, സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഇവനല്ലടാ മരിച്ചത്. റേഷൻ കാർഡിൽ നിന്റെ പേര് വെട്ടിയാലും ആധാർ കാർഡിൽ നിന്റെ പേര് വെട്ടിയാലും വെട്ടിച്ചവനെ കുറിച്ച് കൊണ്ട് എന്നെ തിരിച്ചെഴുതിപ്പിക്കേണ്ട ശക്തനാണെന്ന്. നിന്റെ പേരിൽ പുതിയ ആധാർ കാർഡ് വരാൻ പോകുക. അമേൻ. വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം കേട്ടോ. ദൈവാത്മാ ദൂത് പറയുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം വെട്ടിയവനെ കൊണ്ട് തന്നെ തിരിച്ചു പേരെഴുതിക്കും. അപ്പം പറഞ്ഞത് എന്താ ജോസഫിനോട്? നീ ദർശനത്തെ പറയും. നിനക്കില്ല, എവിടെ നിന്ന് കിട്ടി ദർശനം? കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസഫ് ഒരു രഥമയച്ചു, സ്വർണത്തിന്റെ രഥം. ജോസഫ് അപ്പൻ ഇനി ഒരിക്കലും മകനെ കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഉരുകി ഇരിക്കുമ്പോൾ കാണുന്നു വാക്തത്വത്തിന്റെ തേര് മുന്നേ വന്ന് നിൽക്കുക. യാക്കോബിൽ ചൈതന്യം വന്നു. എനിക്ക് പ്രസംഗിച്ച് നിർത്താൻ തോന്നുന്നു, എൻ്റെ സമയം കഴിഞ്ഞു. യാക്കോബിൽ ചൈതന്യം വന്നു. സ്തോത്രം. കാര്യം എന്തെന്നറിയാമോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മ വയസ്സാം കാലത്ത് കണ്ടെന്ന്. സ്തോത്രം. താൻ മരിച്ചുപോയെന്ന് കരുതിയ മകനെ സ്തോത്രം കാണാൻ. സ്തോത്രം. അവിടേക്ക് പോകുക, വാക്തത്വത്തിലോട്ട് പോകുക. യാക്കോബേ, നിന്നോടുള്ള വാക്തത്വം മാറത്തില്ല കേട്ടോ. ദൈവാത്മാവ് നിനക്കൊരു വാക്തത്വം തന്നെങ്കിൽ നീ മരിക്കുന്നതിന് മുന്നേ അത് ബ്രാൻഡിരിക്കും. യാക്കോബ് അവിടെ എത്തിയിട്ട് പറഞ്ഞൊരു പദമുണ്ട്, മോനെ ജോസഫേ, നീ മരിച്ചെന്ന് കരുതിയടാ, എന്റെ വാക്തത്വം പോയെന്ന് കരുതിയടാ. നിനക്ക് ഞാൻ പണ്ടൊരു വസ്ത്രം വാങ്ങിച്ചു തന്നില്ലേ? ആ വസ്ത്രം രക്തത്തിൽ മുങ്ങി എന്റെ വീട്ടിൽ സൂക്ഷിച്ച് എല്ലാ ദിവസവും ഞാൻ കരയും, എന്റെ മോൻ പോയെന്ന്. പക്ഷേ ജോസഫ് പറഞ്ഞു, അപ്പൻ തന്ന വസ്ത്രമേ പോയുള്ളൂ, പക്ഷെ ദൈവം എനിക്ക് തന്ന വസ്ത്രം കീറാൻ ആരെക്കൊണ്ട് ഒത്തിട്ടില്ല. ഈ ഭൂമിയിൽ അപ്പന്മാർ തരുന്ന വസ്ത്രം സാത്താൻ കീറിക്കളയും. ഈ ലോകം നമുക്ക് തരുന്ന മാന്യതകൾ ലോകം കീറിക്കളയും. പക്ഷെ ദൈവം നിനക്കൊരു മാന്യത തന്നാലുണ്ടല്ലോ. ഉടലാ ജഗൽക്കമാന. ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വാഹനത്തിൽ ജോസഫ് സഞ്ചരിച്ചു. ആരും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ജോസഫ് പോയി. അവന്റെ കളപ്പുരകളെ ദൈവം നിറച്ചു. ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയുക, ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ നിന്റെ വിശ്വാസം കത്തണം കേട്ടോ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം കത്തണം. പരിശുദ്ധമാവ് ചില കുടുംബങ്ങളെ നോക്കി അങ്ങനെ പ്രവചിക്കുകയാണ്. ഉടരാജകൽക്കമാന ശീബൽക്കമാന ദുരജാജ. സ്തോത്രം. ചില രാജ്യങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ. സ്തോത്രം. പുതിയ ചില രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും സ്തോത്രം ചില സ്റ്റാമ്പിങ്ങുകളും ഒക്കെ നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ചില ചലനങ്ങൾ നിങ്ങളിൽ നടക്കാൻ പോകുക. സ്തോത്രം. നിങ്ങൾ ആശ വയ്ക്കുന്നതിന്റെ അപ്പുറത്ത് ദൈവത്തിന് ചില പ്രതീക്ഷകൾ നിങ്ങളെ കുറിച്ചുണ്ട്. റൂബൽ കമാന ശംദൽ വാതിൽ കമാന ശബന ഹദുര ജഗൽ കമാന. ദൈവന്മാർ പറയുന്നു, കോരേശിനോട് പറഞ്ഞു, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ കോരേശിന്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. ദൈവാത്മാ പറയുന്നു, ഡോറുകൾ അടയപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഡോറുകൾ ഇരുവശങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും പോലും തുറന്നു കിടക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. ഫാമിലിയിൽ ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോകുന്നു. തല ഉയർത്താൻ തയ്യാറായിക്കോ. ഇതുവരെ ഇല്ലാത്ത വിളവ് നിങ്ങളുടെ ഭവനത്തിൽ വരാൻ പോകുന്നു. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവ് വരാൻ താമസമാണെങ്കിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.